നമസ്കാരം. ട്രയോകാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്ന പാലക്കാട് കൈവിട്ടതോടുകൂടി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി പ്രവർത്തകർ തന്നെ. കഴിവുള്ളവരെ പാടെ അവഗണിക്കുകയും തനിക്കിഷ്ടമുള്ളവരെ മാത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു എന്നാണ് സുരേന്ദ്രനെതിരെ ബി.ജെ.പി പ്രവർത്തകർ തന്നെ ആരോപിക്കുന്ന ആരോപണങ്ങൾ. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സുരേന്ദ്രന്റെ പ്രൊഫൈലുകൾ നിറയെ ബി.ജെ.പി പ്രവർത്തകരുടെ പൊങ്കാലയാണ്. എങ്ങനെയാണ് ബി.ജെ.പിക്ക് കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിരുന്ന കെ സുരേന്ദ്രൻ ബി.ജെ.പി പ്രവർത്തകർക്ക് അപ്രിയനായത്? നമുക്ക് പരിശോധിച്ചു വരാം. ആരാണ് കെ സുരേന്ദ്രൻ? രാമനോ അതോ രാവണനോ? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. 16% അവരുടെ വോട്ട് വീതം 20% കുതിച്ചു കയറി. രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാവുന്ന ഒരു കാര്യമാണ്, 20% എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ പൊസിഷനാണ്. ആ ഘട്ടം എത്തുന്നതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സുരേന്ദ്രനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യമായി ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്നൊരു MP സമ്മാനിക്കുന്നത് കെ സുരേന്ദ്രന്റെ കാലത്താണ്. ഇതിനേക്കാളെല്ലാം ഉപരി നിയമസഭാടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ പരിശോധിച്ച സമയത്ത് ബി.ജെ.പി പ്രവർത്തകർ തന്നെ ഞെട്ടിപ്പോയൊരു കണക്കുകളുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി ഇത്തവണ 1-ാം സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും 2 തരം പോളിംഗ് ആണ് നടക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ കൂടെയും അടുത്ത കേരള നിയമസഭയിലേക്ക് ഒരു പക്ഷേ 3 ബി.ജെ.പി MLA-മാരെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കെ സുരേന്ദ്രൻ ഉള്ളതെങ്കിൽ കൂടിയും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, മഞ്ചേശ്വരം സീറ്റ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് കേവലം വെറും 89 വോട്ടുകൾക്ക് മാത്രമാണ്. ബി.ജെ.പിയുടെ സമരങ്ങളിലും ചാനൽ ചർച്ചകളിലും സജീവ സാന്നിധ്യമായിരുന്നു കെ സുരേന്ദ്രൻ. ബി.ജെ.പിക്ക് ചാനൽ ചർച്ചകളിൽ സ്പേസ് പോലുമില്ലാത്ത കാലമായിരുന്നു അന്ന്. കിട്ടിയ അവസരങ്ങളെല്ലാം സുരേന്ദ്രൻ നന്നായി ഉപയോഗിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന സോളാർ വിഷയം അദ്ദേഹം വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ ദേശീയ നേതാക്കളെല്ലാം കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പ്രസംഗങ്ങളെല്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ ഘട്ടം സംഭവിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 200-ലധികം കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. സമരകാലത്ത് നിലക്കലിൽ വെച്ച് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ സുരേന്ദ്രൻ വനങ്ങളിലൂടെ സഞ്ചരിച്ച് സന്നിധാനത്തെത്തി നടപ്പന്തലിൽ വിരിവിരിച്ച് അന്നേ ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് ഇരുമുടിക്കെട്ട് നിലത്ത് വീണതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കേരളത്തെ അന്നാകെ ചൂടുപിടിപ്പിച്ചു. ശബരിമല സമരനായകൻ എന്നാണ് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെട്ടത്. അത് കഴിഞ്ഞ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ വൻ മുന്നേറ്റമാണ് ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ബി.ജെ.പി സമരനായകൻ കെ സുരേന്ദ്രൻ തന്നെയാണ് അന്ന് കളത്തിലിറങ്ങിയത്. 2014 MT രമേശ് മത്സരിച്ചപ്പോൾ ലഭിച്ച 1.39 ലക്ഷം വോട്ടുകൾ 2.97 ലക്ഷം വോട്ടുകളായി ഉയർത്താൻ കെ സുരേന്ദ്രന് സാധിച്ചു. 3.33 ലക്ഷം വോട്ടുകളുമായി വീണ ജോർജ് 2-ാം സ്ഥാനത്തും 3.80 ലക്ഷം വോട്ടുകളുമായിട്ട് ആന്റോ ആന്റണി 1-ാമതായി നിയമസഭയിലേക്ക് നടന്നു കയറുകയും ചെയ്തു. പാർട്ടി വോട്ടുകൾക്ക് അതീതമായി ഒരുപാട് ജനവോട്ടുകൾ കെ സുരേന്ദ്രന്റെ പെട്ടിയിലേക്ക് അന്ന് വീണിട്ടുണ്ട്. ഇതിന്റെ തെളിവായിട്ടാണ് തൊട്ടടുത്ത ഇലക്ഷൻ കടന്നു വന്നത്. 3 ലക്ഷത്തോളം വോട്ട് ലഭിച്ച മണ്ഡലത്തിൽ തൊട്ടടുത്ത വർഷം നടന്ന ഇലക്ഷനിൽ അനിൽ ആന്റണിക്ക് ആകെ ലഭിച്ചത് 2.33 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. ഈ അടുത്ത് നടന്ന ലോക്സഭാ ഇലക്ഷനും അതിനൊരു ഉദാഹരണമാണ്. 2019 ലോക്സഭാ ഇലക്ഷനിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് ആകെ ലഭിച്ചത് 78,000 വോട്ടുകൾ മാത്രമാണ്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഗതി മാറി. 1.41 ലക്ഷം വോട്ടുകൾ സ്വരൂപിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചു. കഴിഞ്ഞ മാസം നടന്ന ബൈ ഇലക്ഷനിൽ നവ്യ ഹരിദാസിന് ആകെ സ്വരൂപിക്കാനായത് 1.09 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. കന്യാംഗത്തിൽ തന്നെ അത് വലിയൊരു നമ്പറാണെങ്കിൽ കൂടി കെ സുരേന്ദ്രന്റെ അടുത്ത് ഓടിയെത്താൻ പോലും നവ്യക്ക് സാധ്യമായിട്ടില്ല. ഇതുപോലെ കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്നും കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിപ്പോയ എത്രയോ മണ്ഡലങ്ങളുണ്ട്. അതൊന്നും തിരിച്ചുപിടിക്കാൻ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും പിന്നീട് സാധ്യമായിട്ടില്ല. കെ സുരേന്ദ്രൻ സംസ്ഥാന പദവി ഏറ്റെടുത്തത് മുതലുള്ള ഇലക്ഷനുകൾ നമ്മൾ പരിശോധിച്ചാൽ ബി.ജെ.പിക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഇടത് തരംഗം ആഞ്ഞടിച്ച ആ ഇലക്ഷനിൽ ബി.ജെ.പിയുടെ വോട്ടുകൾ കുത്തനെ കുറയുകയുണ്ടായി. സ്വർണ്ണക്കടത്ത് പോലുള്ള സർക്കാരിനെതിരെയുള്ള വാദങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു.
സമരമാർഗങ്ങളിലൂടെ സർക്കാരിനെ പ്രതിരോധിക്കാനും BJPക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും വോട്ടായി BJPയുടെ പെട്ടിയിൽ വീണില്ലെന്നുള്ളതാണ് വാസ്തവം. BJP പ്രവർത്തകർ തന്നെ പിന്നീട് ഈ പ്രവർത്തനങ്ങളെയെല്ലാം വിമർശനാത്മകമായാണ് എടുത്തുകണ്ടത്. സമരമാർഗങ്ങളിൽ നിന്ന് വിട്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJPക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അടിക്കടി ഉണ്ടാവുന്ന BJPയുടെ വോട്ട് വർധന നമ്മെ സൂചിപ്പിക്കുന്നത്. എന്നും വിവാദങ്ങളുടെ കളിത്തോയൻ കൂടിയായിരുന്നു കെ. സുരേന്ദ്രൻ. വിവാദങ്ങളെല്ലാം നമുക്ക് മുന്നിലേക്ക് എത്തിയത് ട്രോളുകളിൽ കൂടെ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രമേൽ ട്രോളുകളിൽ നിറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരള ചരിത്രത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉള്ളിസുരയായും ഹാൻസുരയായും അദ്ദേഹം പലപ്പോഴും നമുക്കിടയിലേക്ക് കടന്നു വന്നു. അവസാനമായി അദ്ദേഹം ട്രോളുകളിൽ നിറഞ്ഞത് സുൽത്താൻ ബത്തേരിയെ ഗണപതിവട്ടം എന്ന് വിശേഷിപ്പിച്ചാണ്. കേരള രാഷ്ട്രീയത്തിൽ യാതൊരു സ്വാധീനവുമില്ലാതിരുന്ന ഒരു പാർട്ടിക്ക് ട്രോളുകളിലൂടെ പൊതുജനമധ്യത്തിൽ പിടിച്ചു നിൽക്കാനായത് എന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്നാലും പലപ്പോഴും ഉള്ളിസുര എന്നുള്ള തന്റെ പേര് തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് കെ. സുരേന്ദ്രൻ തന്നെ പല ഇന്റർവ്യൂകളിലും പറയുകയുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് കിട്ടിയാൽ കേരളം BJP ഭരിക്കുമെന്നത് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഓപ്പറേഷൻ ലോട്ടസ് നടത്തി ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിലെ ഇടത് വലത് MLA-മാരെ BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന രീതിയിൽ പ്രസ്താവനകൾ ഉയർന്നു. BJP അധ്യക്ഷനായി താൻ സ്ഥാനമേറ്റ ശേഷം ഏറ്റവും വലിയ തിരിച്ചടി BJPക്ക് കിട്ടിയ ഇലക്ഷൻ കൂടിയായിരുന്നു അതെന്നത് ഓർക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. 2016 തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തിന് പുറമെ കോന്നിയിൽ കൂടി അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. പ്രചാരണത്തിന് വേണ്ടി ഹെലികോപ്റ്റർ വരെ ഇറക്കിയ വൻ ചർച്ചയാക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. രാജഗോപാൽ എന്ന ഒരൊറ്റ MLA മാത്രമുള്ള കേരളത്തിൽ BJP കോടിക്കണക്കിന് ഫണ്ടുകളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ആരോപിച്ചു. വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിൽ കെ. സുരേന്ദ്രന് കാര്യമായി ഒന്നും ചെയ്യാൻ കോന്നിയിൽ സാധിച്ചില്ല എന്നത് മറ്റൊരു വസ്തുത. സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദം നടക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അയ്യപ്പ വേഷത്തിൽ കരുന്തൽ തടങ്കലിലെത്തിയ കെ. സുരേന്ദ്രന്റെ ഇരുമുടിക്കെട്ട് നിലത്തിണതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിലാകെ പുകഞ്ഞു. പോലീസും സർക്കാരും വിശ്വാസികൾക്കെതിരാണെന്നും പോലീസാണ് തന്റെ കയ്യിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിലത്തിട്ടതെന്നും കെ. സുരേന്ദ്രൻ വാദിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഗതി മാറി. കെ. സുരേന്ദ്രൻ മനഃപൂർവ്വം ഇരുമുടിക്കെട്ട് നിലത്തിവിടുന്ന ദൃശ്യങ്ങൾ സർക്കാർ പുറത്തുവിട്ടു. ഇതോടുകൂടി ശബരിമല സമരനായകൻ എന്നറിയപ്പെട്ടിരുന്ന കെ. സുരേന്ദ്രന്റെ ആത്മാർത്ഥത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു.